ജനങ്ങൾക്ക് ഏറെ സുപരിചിതനായ സ്ഥാനാർത്ഥിയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ മല്ലപ്പള്ളി ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി SV സുബിൻ. 12 വർഷത്തിലധികമായി പ്രദേശത്തെ പത്രവിതരണക്കാരൻ കൂടിയാണ് സുബിൻ. പത്രവിതരണത്തിന്റെ തിരക്കുകൾക്ക് ശേഷം രാവിലെ പ്രചാരണത്തിനായി ഒരുക്കത്തിലാണ് സുബിനും പാർട്ടി പ്രവർത്തകരും. സുബിൻ വളരെ നല്ല ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നാടിനൊക്കെ വളരെ ഉപകാരം ചെയ്യുന്ന ആളാണ്. ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ പ്രധാന കാര്യങ്ങളെല്ലാം ഇടപെടുന്നുണ്ട്. സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സ്കൂളിനൊക്കെ നല്ല നേതൃത്വം നൽകുന്ന, നാടിനും എല്ലാ കാര്യങ്ങളും പ്രയോജനകരമായിട്ട് നേതൃത്വം നൽകി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്ര സ്ഥാനത്തിൽ നാടിന് ആവശ്യം തന്നെയാണ്. യെസ്, എന്തായാലും മലപ്പള്ളിയിൽ നിന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അതിഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ആ നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണ്. കാരണം ഓരോ ദിവസവും അവരെ ചെന്നുണർത്തുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വരേണ്ടതുണ്ട്. സുജു, എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, ഇപ്പോൾ നമ്മൾ സുബിചേട്ടൻ്റെ വീട്ടിൽ തന്നെയുള്ള ചെറിയൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലത്തെ തിരഞ്ഞെടുപ്പ് എങ്ങനെ മുമ്പോട്ട് പോകുന്നത്, സുബിചേട്ടൻ മാത്രമല്ല, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി സുനിൽകുമാർ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ആയിരിക്കുന്ന രഞ്ജിനി അജിത്തും ഉണ്ട്. ഇവരൊക്കെ രാവിലെ വന്നിരിക്കുകയാണ് സുബിചേട്ടൻ്റെ വീട്ടിൽ. കാരണം ജില്ലാ പഞ്ചായത്ത് വലിയ ഡിവിഷനാണ്. രാവിലെ തന്നെ പ്രചരണത്തിനായി ഇറങ്ങണം. രാഷ്ട്രീയ തന്ത്രം രാവിലെ മെനയുവാണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം സുബിചേട്ടൻ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയൊരു ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നതാണ്. അപ്പോൾ ഈ രാവിലെ തന്നെ കാരണം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം വാർഡ് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ബ്ലോക്കിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയാവുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം, അതായത് പത്തനംതിട്ട ജില്ലയിലെ ആ ഘട്ടത്തിലെ നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു സുബിൻ. അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന ഖ്യാതിയിലാണ് അന്ന് മെമ്പറായി ജില്ലാ പഞ്ചായത്ത് അംഗം ചുമതല വെക്കുന്നത്. ചേച്ചി, എങ്ങനെ പോകും തെരഞ്ഞെടുപ്പ് പ്രചരണം? നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ വരാൻ വേണ്ടി ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ച് ഞങ്ങൾ സുബിൻചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നു. തീർച്ചയായിട്ടും. ഇപ്പം ഭദ്ര, സുബിൻചേട്ടനോട് ചേരുകയാണ്. രാവിലെ പത്രമൊക്കെ ഇട്ട് വന്നതിൻ്റെ ഇതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ രാവിലെ വീട്ടിലേക്ക് വന്ന് കയറിയുള്ളൂ. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിനെ പിടിച്ചിരിക്കുകയാണ്. സുബിൻചേട്ടാ, തെരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. 4 പഞ്ചായത്ത് ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ നേരത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായ പഞ്ചായത്താണ് എൻ്റെ ഈ സ്വന്തം പഞ്ചായത്ത്. കൂടാതെ കല്ലൂപ്പാറ, കവിയൂർ, മല്ലപ്പള്ളി ഈ 3 പഞ്ചായത്തിലും കഴിഞ്ഞ 36 വർഷമായിട്ട് പൊതുപ്രവർത്തനം നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ നാട്ടുകാരെ അറിയാം, എന്നെ അവർക്കും അറിയാം. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു സുബിൻചേട്ടൻ. അവർ SFIയുടെ ജില്ലാ സെക്രട്ടറി തുടങ്ങിയ ഈ പത്രവിതരണമൊക്കെ തുടങ്ങുന്ന SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ആ കാലഘട്ടത്തിൽ തന്നെ, അതായത് പഠനത്തോടൊപ്പം അന്ന് ഇങ്ങനെ ഈ പത്രവിതരണമൊക്കെ തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ എൻ്റെ അച്ഛനെ CPMൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് സൈക്കിളിലാണ് ഞാൻ പത്രവിതരണം തുടങ്ങുന്നത്. അപ്പോൾ സംഘടനാ പ്രവർത്തനത്തിനുള്ള പൈസ ചെറിയ പൈസയാണെങ്കിൽ അന്ന് കിട്ടുമായിരുന്നു. പിന്നെ SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരു 4-5 വർഷക്കാലത്തോളം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് കഴിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് കുറച്ചു കാലം പത്രവിതരണം നടത്തിയില്ല. പിന്നെ വീണ്ടും പത്രവിതരണം ഏറ്റെടുത്തു. ദേശാഭിമാനിയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റ് പത്രങ്ങളും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ സമയക്കുറവ് കൊണ്ട് കുറച്ചു. ഇപ്പോൾ കഴിഞ്ഞൊരു 10-12 വർഷക്കാലമായിട്ട് ഈ പ്രദേശം ദേശാഭിമാനി ഞാനാണ് കൊടുക്കുന്നത്. പത്രവിതരണം ഒരു ജനങ്ങളുടെ ഒരു പഞ്ചറിയാൻ സഹായിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് എല്ലാ ദിവസവും രാവിലെ ആളുകളെ കാണാൻ ഉപകരിക്കുന്നുണ്ട്. കൂടാതെ പത്രം ഞങ്ങൾ ചേർക്കുന്ന പത്രം ആയതുകൊണ്ട് കൃത്യമായിട്ട് എത്തിക്കണമല്ലോ. അപ്പോൾ വെളുപ്പിനെ പത്രം കിട്ടുന്നതാണ് ആളുകൾക്ക് സന്തോഷം. അതുകൊണ്ട് സമയം തെറ്റാതെ രാവിലെ കൊണ്ട് പത്രം കൊടുക്കും. പിന്നെ എൻ്റെ മിക്കവാറും നടന്നാണ് പത്രം കൊടുക്കുന്നത്. ചില ദിവസങ്ങളാണ് ബൈക്ക് സമയക്കുറവ് കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യം, നാട്ടുകാരായിട്ടുള്ള ബന്ധം, പിന്നെ പത്രം സമയത്ത് എത്തിക്കുക, ഇതെല്ലാം കൂടെ കണക്കൂട്ടിയിട്ടാണ് പത്രം കൊടുക്കുന്നത്. സുബിചേട്ടൻ ഒരു പക്ഷേ ഡീറ്റെയിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തൊരു വിഷയമായിരിക്കും. കാരണം നാട്ടിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോൾ വൃദ്ധന കുടുംബങ്ങൾക്ക് വിവാഹ ധനസഹായം ചെയ്തൊരു പദ്ധതി ഉണ്ട് അതല്ലേ? അപ്പോൾ അവരുടെ പേരിലേക്കൊന്നും പോകാൻ നമ്മളും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതെങ്ങനെയായിരുന്നു ആ പദ്ധതി രൂപീകരിച്ചത്? അത് നാട്ടിൽ വളരെ സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ വിവാഹം ചെലവ് കുറച്ച് നടത്തുക എന്ന് പറയുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് അതിനുള്ള പൈസ കണ്ടെത്തണമെന്നില്ല. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല പൈസ കണ്ടെത്തി നടത്തണമെങ്കിൽ CPMൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 കുടുംബങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഞങ്ങളുടെ DYFയുടെ പ്രവർത്തകരാണ് സഹായിച്ചത്. കാരണം കിണർ തേകി, വേനൽക്കാലത്ത് കിണർ തേകി അതിൽ നിന്ന് കിട്ടുന്ന പൈസയും നാട്ടുകാർ നൽകിയ സംഭാവന എല്ലാം കൂടെ ചേർത്തിട്ടാണ് 4 വിവാഹങ്ങൾക്കുള്ള ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ 2 വർഷം മുമ്പ് കുന്നന്താനം പഞ്ചായത്ത് നടപ്പാക്കിയതാണ്. സുബിചേട്ടൻ, അത്ര മാതൃകപരമായ പദ്ധതികളാണ്. ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. സുബിചേട്ടൻ നേരത്തിലുള്ള ഒരു കുട്ടികളുടെ ഒരു കഴിവ് വികസിക്കാൻ വേണ്ടി ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥാപനം കൂടിയുണ്ടല്ലേ?
ബെഞ്ച് സ്റ്റോൺ കേരള എന്നാണ് അതിൻ്റെ പേര്. ഞങ്ങൾക്ക് 3 മക്കളാണ്. എൻ്റെ രണ്ടാമത്തെ മോന് വിക്ക് സംസാര തടസ്സം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യത്തിന് പോയിട്ടാണ് ഈ മേഖല പഠിച്ചത്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ അവർ വൃദ്ധരാകുന്നത് വരെയുള്ള കാലയളവിൽ ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയാണ് അതിലൂടെ ചെയ്യുന്നത്. അതിൽ 0 to മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ചങ്ങനാശ്ശേരി കേന്ദ്രമായിട്ട് എൻ്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും LICയുടെ ഏജന്റ് ആണല്ലേ? അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് വേഷങ്ങൾ അണിയുന്ന ഒരാൾ കൂടിയാണ് ഭദ്ര. അതാണ് നമ്മുടെ സുബിൻ ചേട്ടൻ. നാട്ടുകാർക്കെല്ലാം സുപരിചിതനാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം, പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ എല്ലാ മേഖലയിലും ജനങ്ങളുടെ ഒപ്പം നിന്ന് നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കി. 100 കോടിയുടെ പദ്ധതിയായിരുന്നു അല്ലേ മുമ്പ്? 5 വർഷം കൊണ്ട് 100 കോടിയിൽ കുറയാത്ത വികസന പ്രവർത്തനങ്ങൾ എൻ്റെ ഡിവിഷൻ നടപ്പാക്കിയായിരുന്നു. 5 പഞ്ചായത്താണ് ഉണ്ടായിരുന്നത്. അതിൽ 59 വാർഡിലും ശരാശരി 30 ലക്ഷത്തോളം രൂപ കൊടുക്കുകയും അതിലൊരു 15 കോടിയോളം രൂപ അങ്ങനെ നടപ്പാക്കുകയും വിദ്യാഭ്യാസ മേഖലയിലും കവിയൂർ പുഞ്ച ഉൾപ്പെടുന്ന പദ്ധതിയും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും ഗവൺമെൻറ് സ്കൂളുകളുടെ ഡെവലപ്മെൻറ്റും ഒക്കെയായിട്ട് 100 കോടിയിലധികം രൂപയാണ് 5 വർഷം കൊണ്ട് എൻ്റെ ഡിവിഷനിൽ നടപ്പാക്കിയത്. ഏത് വർഷമായിരുന്നു അത്? കഴിഞ്ഞ 5 വർഷം മുമ്പാണ്. കഴിഞ്ഞ 5 വർഷം ഞാൻ ജില്ലാ ആസൂത്രണ സമിതിയിലെ സർക്കാർ നോമിനിയായിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള 5 വർഷം 2015-20 കാലത്താണ് ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്നത്. തീർച്ചയായിട്ടും 15-20 കാലത്ത് 100 കോടി രൂപയുടെ വികസനമൊക്കെ ഒരു ഡിവിഷനിൽ നടപ്പാക്കിയ വികസന നയം കൂടിയാണ് ഭദ്ര നമ്മുടെ സുബിൻ ചേട്ടൻ. അതെ സുജു, എന്തായാലും സുബിൻ ചേട്ടന് എല്ലാവിധ ആശംസകളും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും അറിയിക്കുകയാണ്. തീർച്ചയായും സുജൂട്ടി ബാബു, എന്തായാലും നമുക്കറിയാം ഇപ്പോഴിതാ പത്രം ഇടുന്ന ആൾ മുതൽക്ക് സാധാരണപ്പെട്ട സ്ത്രീകളടക്കം, അല്ലെങ്കിൽ നമുക്ക് വയനാട്ടിലൊക്കെ നമ്മൾ കണ്ടു ആ ദുരന്ത മുഖത്ത് ദുരന്തം നേരിട്ട ആളുകൾ വരെ മത്സര രംഗത്ത് സ്ഥാനാർത്ഥികളായി നിൽക്കുമ്പോഴാണ് സുജു ഈ UDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികളെ കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ LDF എന്ന് പറയുന്നത് എത്രമാത്രം ചിന്തിച്ചിട്ടാണ് ഓരോ സ്ഥാനാർത്ഥിയെയും നിർത്തുന്നത്. അത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇതാ ഈ ഇരിക്കുന്ന സുബിൻ ചേട്ടനെ പോലുള്ള ആളുകളെയൊക്കെ നിർത്തുന്നത്, അല്ലേ സുജു? തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസമാണ് സുബിൻ ചേട്ടനെ പോലുള്ള ആളുകളെ ഈ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. കാരണം പത്തനംതിട്ടയിൽ തന്നെ UDFന് റിബൽ സ്ഥാനാർത്ഥികൾ ഇന്ന് എത്ര പേർ പിൻവലിക്കുമെന്നറിയില്ല. അങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം നാട്ടുകാരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സുബിൻ ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ഇത് മാത്രമല്ല, ഒരു കൗതുക സംഭവമുണ്ട്. മരം ഇല്ലേ? അപ്പോൾ മരം നിർഭാഗ്യവശാൽ മുറിക്കേണ്ടിട്ട് വന്നു KCB. പക്ഷേ ഒരു തണൽ മരം ഇവിടുത്തെ ജംഗ്ഷനിൽ, പാലക്കാത്തടി ജംഗ്ഷനിൽ ഒരു തണൽ മരമുണ്ട്. ആ മരം അതൊരാൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും മെർക്കുറി ഉപയോഗിച്ചു അല്ലേ? 28ഓളം സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ട് മെർക്കുറി കുത്തിവെച്ചിട്ട് മരം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ CPMൻ്റെ പ്രവർത്തകരും നാട്ടുകാരും കൂടെ ചേർന്നാണ് അതിന് സംരക്ഷിക്കാനുള്ള പ്രവർത്തനം ഏറ്റെടുത്തത്. ഇപ്പോൾ പിന്നെ KSCBയുടെ ഹൈക്കോടതി ഡയറക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് 11 kV ലൈൻ പോകുന്നതിൻ്റെ അപകടം ഉള്ളതുകൊണ്ടാണ് KSCB മുറിച്ചത്. അതിനകത്ത് ഞങ്ങൾ തടസ്സം നിന്നുമില്ല. കാരണം ജനങ്ങളുടെ സുരക്ഷിതമാണ് വലുത് എന്നതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ അതൊരു 100 വർഷത്തിനടുത്ത് ചേട്ടൻ പറയുമ്പോൾ കാര്യം മനസ്സിലായി കാണത്തില്ല. 100 വർഷം പഴക്കമുള്ള മരം ഒരാളെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ ആ മരത്തിന് സംരക്ഷണം ഒരുക്കുകയും വൃക്ഷബിനു എന്ന് പറഞ്ഞ ബിനിച്ചേട്ടനെ വിളിച്ചു വരുത്തി ചികിത്സയൊക്കെ നടത്തി ആ മരം വീണ്ടും തളരിടുന്ന ഒരു കാഴ്ചയുണ്ട്. മനോഹരമായ കാഴ്ച. ഞങ്ങളത് നമ്മൾ കയറി വാർത്തയാക്കിയതുമാണ്. അപ്പം ഇപ്പോൾ നമ്മൾ സുബിൻ ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ 2 സ്ഥാനാർത്ഥികളും കൂടെയുണ്ട്. ഈ വികസനമൊക്കെ തന്നെയല്ലേ നമ്മൾ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന് മുഖ്യ ആയുധമാക്കുന്നത്? അതെ, ഈ നാട്ടിലെ ക്ഷേമ പെൻഷനൊക്കെ സർക്കാർ കൊടുത്തതൊക്കെ ഒരു അനുകൂല ഘടകമാവുമോ? തീർച്ചയായിട്ടും. കാരണം ഈ പ്രാവശ്യം നമ്മൾ 1600 രൂപ എന്നുള്ളത് 2000 രൂപ ആക്കിയപ്പോൾ നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വീടുകളിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ ഒരു വലിയ സന്തോഷമാണ്. കാരണം ഈ പ്രാവശ്യം അടുത്ത മാസം മുതൽ 3600 രൂപ, 2000 രൂപ പുതുക്കിയ പെൻഷനും 1600 രൂപ മുൻ നിൽക്കുന്ന പെൻഷനോട് ചേർത്ത് 3600 രൂപ ലഭിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വലിയൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെയും നമ്മൾ ചെല്ലുന്ന വീടുകളിൽ നിന്ന് പ്രത്യേക ഒരു കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒരു നിർദ്ദേശമാണ് തരുന്നത്. അതൊക്കെ വളരെയധികം നമ്മളോടുള്ള ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പാർട്ടിയോടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുള്ള കാര്യം എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെ വലിയ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷം. പത്തനംതിട്ട ജില്ലയിലെ കാര്യം മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി ഇത് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആത്മവിശ്വാസവും മുതൽക്കൂട്ടും. ഭദ്ര. അതെ, തീർച്ചയായും സുജു. ഒപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, സുജു അവിടെ, അതായത് അമ്പിളിയാണ് ചോദിക്കുന്നത്, പത്തനംതിട്ടയിൽ രാത്രി മുതൽ മഴയുണ്ടായിരുന്നല്ലോ, ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുജു. ഇവിടെ ചേച്ചി മലയാളപ്പുഴയിലാണ്. മലയാളപ്പുഴയിലും പത്തനംതിട്ടയിലും, ഞാൻ ഇന്നലെ പത്തനംതിട്ടയിലായിരുന്നു. മലയാളപ്പുഴയും പത്തനംതിട്ടയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഇപ്പം നമ്മൾ കുന്നന്താനത്ത് ഈ പാലക്കാത്തടി എത്തിയപ്പോൾ ഇവിടെ കാര്യമായ മഴയില്ല അല്ലേ? പത്രം വിതരണം ചെയ്യാൻ സൂചന സൂചന രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു. വെളുപ്പിന് ചാറ്റമണി ഉള്ളായിരുന്നു, വലിയ മഴയില്ല. എത്ര മണിക്ക് പത്രം നടത്തണം? സാധാരണ ഒരു 5 മണിക്ക്. 5 മണി
സമയം പോലുള്ള കാര്യമാണ് സുബിചേട്ടൻ പറയുന്നത്. മഴ ഇവിടെ ഇല്ല, പത്തനംതിട്ട തിരുവല്ലയില്ലായിരുന്നു, എന്നാൽ മറ്റ് പ്രദേശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ കുന്നന്താനം കൂടിയാണല്ലോ. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വികസനം ഇവിടെ അടുത്ത് നമുക്ക് തൊട്ടടുത്തുള്ള കിൻഫ്രയിലെ പാർക്കൊക്കെ നമുക്ക് ചൂണ്ടിക്കാട്ടാമല്ലോ. കിൻഫ്ര പാർക്കിലെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ, അതായത് ഇടതുപക്ഷത്തിന് അധികാരം കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു റിബൽ അല്ലെങ്കിൽ ബദൽ, അത് തന്നെയല്ലേ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ ഇടതുപക്ഷം കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങൾ? തീർച്ചയായിട്ടും 2 പിണറായി സർക്കാർ LDF ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് LDF ഭരിച്ചപ്പോൾ ഇത്രയും വലിയൊരു വികസനം നടപ്പാക്കാൻ പറ്റിയത്. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൺവേർജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാക്സിമം വികസനം എത്തിക്കുക. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല മാലിന്യ സംസ്കരണത്തിന് മോഡലാവുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാര്യം ഇന്ത്യയിലെ ഓക്സിജൻ വളരെ സുരക്ഷിതമായ ഓക്സിജൻ കിട്ടുന്ന ജില്ലയാണ് നമ്മുടെ ജില്ല. പിന്നെ ഞാൻ മത്സരിക്കുന്ന മല്ലപ്പള്ളി ആണെങ്കിൽ ഇന്ത്യയിലെ പൊതുജനാരോഗ്യ പരിപാലനത്തിനും വിദ്യാഭ്യാസത്തിനും വലിയ പ്രാധാന്യമുള്ള പ്രദേശമാണ്. ഇങ്ങനെയെല്ലാമുള്ള വിഭവശേഷിയുള്ളൊരു ജില്ല എന്ന നിലയ്ക്ക് സമഗ്രമായ വികസനം ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. അതിൽ കുന്നന്താനമാണ് കിൻഫ്ര പാർക്കിലെ ലോകത്ത് തന്നെ, അല്ല ഇന്ത്യയിൽ തന്നെ ആദ്യം തന്നെ എന്ന് പറയാം, ലോകത്ത് തന്നെ മാതൃകയായ ഒരു മാലിന്യ സംസ്കരണ